ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ ചെറായി ബീച്ച് ഒന്ന് കറങ്ങാൻ വന്നാണ്. ചെറായി ബീച്ചോ? ചെറായി ബീച്ചിൽ എവിടെ ഇതൊക്കെ കാണുന്നേ? അതല്ലേ ഡൗട്ട്. വാ പറഞ്ഞുതരാം. അപ്പോ വെൽക്കം ടു അമൃത വേഴ്സ്. ഞങ്ങൾ ഇന്ന് ചെറായി ബീച്ചിലുള്ള ദസ് തിയറോസിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളൊരു ഈവനിങ് ഒരു 5 o'clock ആയപ്പോഴാണ് ബീച്ചിലെത്തിയത്. ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയ ശേഷം നേരെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് 150 rupees ആണ് പെർ ഹെഡ്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസും അതുപോലെ തന്നെ എക്സോട്ടിക് ആനിമൽസിനെയും കാണാൻ പറ്റിയിരുന്നു. അവിടെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. നമ്മളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്കായിരിക്കട്ടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളോട് നോക്കില്ലേ. കുഞ്ഞു കുഞ്ഞു ഫിഷസ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിം ചെയ്യണം. കാണാൻ നല്ല രസമില്ലേ? പല കളറില് പല പാറ്റേൺസില് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. സോ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇത്രയും വ്യൂസ് ആണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേർഡ് സെക്ഷനിലോട്ട് കയറി കേട്ടോ. അവിടെ നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് തലയിലും കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അടുത്ത നമ്മൾ കണ്ടത് ഇഗ്വാനാസ് ആയിരുന്നു. അതും കുറച്ച് രൂക്ഷമായിട്ട് നോക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം പോയി. പിന്നെ നമ്മൾ കണ്ടത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ചുമ്മാ കുറേ നേരം നോക്കിക്കാൻ പറ്റുന്ന കാഴ്ചകളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ പല തരത്തിലുള്ള ഫിഷസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. തീർന്നിട്ടില്ല, ഇനിയുണ്ട് കാഴ്ചയുടെ കാണാൻ. നമുക്കൊരു ചെറിയൊരു ഷ്രിമ്പിനെ കണ്ടാലോ? ഇത് നോക്കിയേ, അടുത്ത സെക്ഷൻ അടിപൊളിയാണ്. ഹലോ പറ, ഹലോ പറ, ഹലോ ഹലോ. അതിന്റെ ഒന്ന് തുറന്നുള്ളൂന്നായിരിക്കും ചോദിക്കണത്. കേട്ടില്ലേ? അപ്പൊ അവിടെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നീടും അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പലതരത്തിലുള്ള പല പാറ്റേൺസിലുള്ള ഫിഷസിനെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ. ഇനി അടുത്ത സെക്ഷനാണ്, പറയണ്ടല്ലോ അല്ലേ, സ്നേക്ക് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നേക്സിനും അവിടെ കാണാൻ പറ്റും. ഇതുങ്ങളെയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ ചുറ്റിക്കിടാന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതാണ് നമ്മൾ കണ്ടു ബോധിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. പക്ഷെ ഇതിനൊക്കെ ധൈര്യമുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ എക്സ്ട്രാ മണി കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ആനിമൽ. 200 rupees 50 rupees കൊടുക്കേണ്ടി വരും കേട്ടോ. സോ സ്നേക് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഇതായിരുന്നു. ഇവിടെ കണ്ടത് ഇവരൊക്കെ ആരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്യൂറലിന്റെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ ഫിഷ് കണ്ടു, പിന്നെ റേ ഫിഷ് കണ്ടു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു ഫിഷ് പാ സെക്ഷനിലേക്കാണ് കേട്ടോ. സോ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്തു കേട്ടോ. സോ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒറ്റയ്ക്ക് വന്നാൽ പോലും നമുക്കിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെന്താ ആലോചിക്കുന്നത്? അടുത്ത ട്രിപ്പ് ചെറായി ബീച്ചിലേക്ക് ദസ് തിയറോസ് കാണാൻ. ഓക്കെ, സോ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറായി ബീച്ച് റോഡിലുള്ള ദസ് തിയറോസിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.